വിശുദ്ധവാര തിരുക്രമങ്ങളിൽ പാപ്പയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് വ്യക്തത നൽകി വത്തിക്കാൻ. വിശ്രമത്തിൽ തുടരുന്ന ഫ്രാൻസിസ് പാപ്പ വിശുദ്ധവാര തിരുക്രമങ്ങളിൽ നേതൃത്വം നൽകില്ല. പകരം ഫ്രാൻസിസ് പാപ്പ തന്നെ നിയോഗിച്ച 3 കർദിനാൾമാർ വിശുദ്ധവാര തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും വത്തിക്കാൻ അറിയിച്ചു. വിശ്രമത്തിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ സുഖം പ്രാപിച്ചു വരുന്ന സാഹചര്യത്തിൽ പാപ്പായ്ക്ക് പകരം 3 കർദിനാൾമാർ വിശുദ്ധവാര തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് വത്തിക്കാൻ അറിയിച്ചു. ഇറ്റാലിയൻ കർദിനാൾ ഡൊമിനിക്കോ കാൽക്കാഗ്നിയോയെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് മാർപ്പാപ്പ ചുമതലപ്പെടുത്തി. ദുഃഖവെള്ളിയാഴ്ച നടക്കുന്ന പീഡാനുഭവ ശുശ്രൂഷയ്ക്ക് പൗരസ്ത്യ സഭകളുടെ ഡിക്കാസ്റ്ററി പ്രിഫെക്ട് കർദിനാൾ ക്ലൗദിയോ ഗുജറോത്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. റോമിലെ വികാരി ജനറൽ കർദിനാൾ ബലാസ്റ്റർ റെയ്ന അന്നേ ദിവസം വൈകുന്നേരം കൊളോസിയത്തിൽ നടക്കുന്ന പരമ്പരാഗത കുരിശിന്റെ വഴിക്ക് നേതൃത്വം നൽകും. ഫ്രാൻസിസ് പാപ്പ സ്വയം തയ്യാറാക്കിയ വിചിന്തനങ്ങളാകും കുരിശിന്റെ വഴിയിൽ ധ്യാന വിഷയമാക്കുക. ശനിയാഴ്ച നടക്കുന്ന ഈസ്റ്റർ വിജിൽ തിരുക്കർമ്മങ്ങൾക്കും ഈസ്റ്റർ ഞായറാഴ്ചയിലെ പരിശുദ്ധ കുർബാനയ്ക്കും ആരാണ് മുഖ്യ കാർമ്മികത്വം വഹിക്കുക എന്നതിൽ വത്തിക്കാൻ ഇതുവരെ വ്യക്തത നൽകിയിട്ടില്ല. വിശുദ്ധവാരത്തിൽ മാർപ്പാപ്പയുടെ പങ്കാളിത്തം അനിശ്ചിതത്വത്തിലാണെങ്കിലും ഏപ്രിൽ 13 ഓശാന ഞായറാഴ്ചയിലെ തിരുക്കർമ്മങ്ങളുടെ അവസാനത്തിൽ പാപ്പ അപ്രതീക്ഷിത സന്ദർശനം നടത്തി വിശ്വാസി സമൂഹത്തെ അമ്പരിപ്പിച്ചിരുന്നു. നിലവിൽ ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്നും പാപ്പ തന്റെ ജോലികളിൽ വ്യാപൃതനാകുന്നുണ്ടെന്നും വത്തിക്കാൻ വക്താവ് മാറ്റിയോ ബ്രൂണി അറിയിച്ചു. ആശുപത്രി മുക്തനായ ശേഷമുള്ള ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയും പൊതുവേദികളിലെ അപ്രതീക്ഷിത സന്ദർശനങ്ങളും പാപ്പായുടെ പൊതുജീവിതത്തിലേക്കുള്ള സാവധാനവും എന്നാൽ പ്രതീക്ഷാജനകമായ തിരിച്ചുവരവും പ്രകടമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.